ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനം നാളെ ആരംഭിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കേരളത്തിൽ, മറ്റന്നാൾ തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത തന്ത്രി കണ്ഠരര് രാജീവരെ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജിയുടെ വസതിയിൽ ഹാജരാക്കി. വനിതാ പ്രീമിയർ ലീഗിന്റെ 4ാം സീസണ് തുടക്കം കുറിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസ് മത്സരം നവി മുംബൈയിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനം നാളെ തുടങ്ങും. നാളെ വൈകുന്നേരം സോമനാഥിലെത്തുന്ന അദ്ദേഹം സോമനാഥ് ക്ഷേത്രത്തിലെ ഡ്രോൺ ഷോ വീക്ഷിക്കും. സോമനാഥ് ക്ഷേത്രത്തിന്റെ സംരക്ഷണത്തിനായി ജീവൻ ബലിയർപ്പിച്ച എണ്ണമറ്റ പോരാളികളെ ആദരിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന ശൌര്യയാത്രയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. സോമനാഥ് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അദ്ദേഹം സോമനാഥ് സ്വാഭിമാൻ പർവ് പ്രമാണിച്ച് നടക്കുന്ന പൊതുചടങ്ങിലും പങ്കെടുക്കും. കച്ച്, സൌരാഷ്ട്ര മേഖലകൾക്കായി രാജ്കോട്ടിൽ സംഘടിപ്പിക്കുന്ന വൈബ്രന്റ് ഗുജറാത്ത് റീജിയണൽ കോൺഫറൻസിലും പ്രധാനമന്ത്രി സംബന്ധിക്കും. തുടർന്ന് അഹമ്മദാബാദ് മെട്രോയുടെ 2ാം ഘട്ടത്തിലെ സെക്ടർ 10A മുതൽ മഹാത്മാ മന്ദിർ വരെയുള്ള ഭാഗത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സർ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 12-ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിൽ ഫ്രെഡറിക് മെഴ്സുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി മോദിയുടെ ക്ഷണപ്രകാരം എത്തുന്ന അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണിത്. ഇരു നേതാക്കളും സമർബതി ആശ്രമവും സന്ദർശിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി നാളെ കേരളത്തിലെത്തും. ഞായറാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന BJP യോഗങ്ങളിലും കേരള കൗമുദി കോൺക്ലേവിലും അദ്ദേഹം പങ്കെടുക്കും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാത്രി 7 മണി മുതൽ 11:30 വരെയും മറ്റന്നാൾ രാവിലെ 7 മുതൽ വൈകുന്നേരം 6 മണി വരെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്തെ SIT ഓഫീസിൽ നടന്ന ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് അറസ്റ്റ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെ തുടർന്നാണ് തന്ത്രിയെ SIT കസ്റ്റഡിയിലെടുത്തത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കൊല്ലം വിജിലൻസ് കോടതിയുടെ ജഡ്ജിയുടെ വസതിയിൽ ഹാജരാക്കിയ തന്ത്രിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ജാമ്യാപേക്ഷ ഈ മാസം 13-ന് പരിഗണിക്കും. തന്ത്രിയെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കൊണ്ടുപോയി. മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഭക്തജനത്തിരക്കിൽ ശബരിമല സന്നിധാനം. പമ്പ മുതൽ മണിക്കൂറുകൾ നീണ്ട കാത്തുനിൽപ്പിന് ശേഷമാണ് തീർത്ഥാടകർക്ക് ദർശനം ലഭിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണി വരെ 34,115 പേർ ദർശനം നടത്തി. പോലീസിന്റെ 6ാം ബാച്ച് ശബരിമലയിൽ ഇന്ന് ചുമതല ഏറ്റെടുത്തു. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2ാം പതിപ്പിന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. 4 ദിവസത്തെ പരിപാടിയിൽ ലോകമെമ്പാടുമുള്ള 2500ഓളം യുവജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. വികസിത ഇന്ത്യയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ യുവാക്കൾ പ്രധാനമന്ത്രിയുടെ മുൻപിൽ അവതരിപ്പിക്കും. ഈ മാസം 12-ന് നടക്കുന്ന സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. കേരളത്തെ പ്രതിനിധീകരിച്ച് 60ഓളം യുവാക്കൾ വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന്റെ ഭാഗമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രതിരോധന ഉൽപാദന മേഖലയിൽ രാജ്യം ഉടൻ സ്വയം പര്യാപ്തത കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്. ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ അശോക് ലെയ്ലാൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ ഫാക്ടറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ നിയമങ്ങൾ ലളിതമാക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടികളിലൂടെ വ്യവസായികളുടെയും നിക്ഷേപകരുടെയും വിശ്വാസം വർദ്ധിച്ചതായി മന്ത്രി പറഞ്ഞു. ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കുമിടെ വ്യാപാര കരാർ ഉടൻ സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. സന്തുലിതവും പ്രയോജനകരവുമായ വ്യാപാര കരാറിലെത്താൻ ഇരുപക്ഷവും നിരവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്ന് ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെ ജയ്സ്വാൾ പറഞ്ഞു. India and the United States were committed to negotiating a bilateral trade agreement as far back as 13th of February last year. Since then, two sides have held multiple rounds of negotiations. We remain interested in a mutually beneficial trade deal between two complementary economies and look forward to concluding it. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവർത്തനങ്ങൾ 2025 ഓഗസ്റ്റോടെ പൂർത്തിയാക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി. തൃശൂർ ഗുരുവായൂർ ലൈൻ കുറ്റിപ്പുറം തിരൂർ വരെ നീട്ടാനായാൽ കോഴിക്കോട് ഷൊർണൂർ റൂട്ടിൽ ബദൽ പാതയാക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു.
നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 7.2% വളർച്ച കൈവരിക്കുമെന്ന് UN റിപ്പോർട്ട്. 2026-27 സാമ്പത്തിക വർഷത്തിൽ 6.6%വും 2027-28 6.8% വളർച്ച കൈവരിക്കാൻ സാധ്യതയുള്ളതായും റിപ്പോർട്ടിൽ പറയുന്നു. സമീപകാല നികുതി പരിഷ്കാരങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇന്ത്യയുടെ വളർച്ചയെ പിന്തുണയ്ക്കുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ SIRമായി ബന്ധപ്പെട്ട് VIP പ്രവാസി വോട്ടർമാർക്ക് നേരിട്ട് ഹിയറിംഗിന് ഹാജരാകാതെ തന്നെ രേഖകൾ സമർപ്പിച്ച് വേരിഫിക്കേഷൻ പ്രക്രിയ പൂർത്തിയാക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. രേഖകളുടെ കാര്യത്തിൽ തൃപ്തരെങ്കിൽ നടപടി പൂർത്തിയാക്കാനുള്ള അധികാരം ERO AEOമാരിൽ നിക്ഷിപ്തമാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ നാളെ വിരമിക്കും. ജസ്റ്റിസ് സൗമൻ സെന്നാണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്. വനിതാ പ്രീമിയർ ലീഗിന്റെ 4ാം സീസണ് തുടക്കമായി. നവി മുംബൈയിലെ ഡോക്ടർ DY പാട്ടീൽ സ്പോർട്സ് അക്കാദമിയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിന് അയച്ചു. ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 10 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പ്രദേശങ്ങളിലെ താറാവ്, കോഴി, കാട, മറ്റ് വളർത്തു പക്ഷികൾ എന്നിവയുടെ ഇറച്ചി, മുട്ട, ഫ്രോസൺ മീറ്റ്, മറ്റ് പക്ഷി ഉൽപ്പന്നങ്ങൾ, കാഷ്ടം തുടങ്ങിയവയുടെ ഉപയോഗവും വിപണനവും ഇന്നു മുതൽ 7 ദിവസത്തേക്ക് ജില്ലാ കളക്ടർ നിരോധിച്ചു. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി GR അനിൽ. ബത്തേരിയിൽ നിർമ്മിച്ച ലീഗൽ മെട്രോളജി ഭവന്റെ ലബോറട്ടറി കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മികച്ച ജനപങ്കാളിത്തത്തോടെ തിരുവനന്തപുരത്ത് നിയമസഭാ പുസ്തകോത്സവം തുടരുന്നു. പുസ്തകോത്സവത്തോട് അനുബന്ധിച്ചുള്ള ബുക്ക് ഫോർ ടോക്കിൽ പ്രശസ്ത എഴുത്തുകാരി തസ്ലീമ നസ്രീൻ ഇന്ന് സംസാരിച്ചു. വൈകിട്ട് നിയമസഭാ സമുച്ചയത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട്. പ്രസിഡന്റ് ട്രോഫി ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഫൈനൽ മത്സരവും നാളെ കൊല്ലം അഷ്ടമുടിക്കായലിൽ നടക്കും. മന്ത്രി KN ബാലഗോപാൽ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാനിൽ ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. മൊബൈൽ ഫോൺ സേവനങ്ങളും വ്യാപകമായി തകരാറിലാണ്. 13 ദിവസമായി തുടരുന്ന പ്രക്ഷോഭം 31 പ്രവിശ്യകളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. ഇതിനകം 45ഓളം പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ. ടെഹ്റാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ അതിശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്. ക്വാലാലംപൂരിൽ നടക്കുന്ന മലേഷ്യ ഓപ്പൺ സൂപ്പർ 1000 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം PV സിന്ധു സെമിയിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ ജപ്പാനീസ് താരം അഗാന യമഗുച്ചി മത്സരത്തിനിടെ പരിക്കേറ്റ് പിന്മാറിയതിനെ തുടർന്നാണ് സിന്ധു സെമിയിൽ പ്രവേശിച്ചത്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടു. ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ചെള്ളുപനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങി. കഴിഞ്ഞ വർഷം മാത്രം 50ഓളം പേർക്കാണ് ജില്ലയിൽ രോഗം റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരം അകത്തുമുറി റെയിൽവേ സ്റ്റേഷനിൽ മദ്യലഹരിയിലായിരുന്ന ഡ്രൈവർ ഓട്ടോറിക്ഷ അനധികൃതമായി പ്ലാറ്റ്ഫോമിൽ കയറ്റി അപകടമുണ്ടാക്കിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷ കർശനമാക്കി റെയിൽവേ സംരക്ഷണ സേന. വാഹനങ്ങൾ അനധികൃതമായി പ്രവേശിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി ഇത് തടയാൻ നടപടി സ്വീകരിച്ചു. രാജ്യത്ത് ആദ്യമായി അപൂർവ രോഗമായ പ്ലെക്സിഫോം ന്യൂറോ ഫൈബ്രോമാറ്റോസിസ് രോഗികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കി കേരളം. സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ കെയർ അപൂർവ രോഗ ചികിത്സാ പദ്ധതിയുടെ ഭാഗമായി PN രോഗികൾക്കായി സമഗ്ര ചികിത്സയും മരുന്ന് സഹായവും ആരംഭിച്ചു. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരു കുഞ്ഞിന് 10 ലക്ഷം രൂപയുടെ മരുന്ന് ഇതിലൂടെ നൽകി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഫിക്കിയുമായി സഹകരിച്ച് ഈ മാസം 31 ഫെബ്രുവരി 1 തീയതികളിൽ രാജ്യാന്തര കാർഗോ സബ്മിറ്റ് സംഘടിപ്പിക്കുന്നു. സിയാൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഉച്ചകോടിയിൽ വാണിജ്യ കൂടിക്കാഴ്ചകൾ, പ്രദർശനം, പാനൽ ചർച്ചകൾ എന്നിവ നടക്കും. സിയാലിനെ ആഗോള എയർ കാർഗോ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉച്ചകോടി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനം നാളെ ആരംഭിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കേരളത്തിൽ, മറ്റന്നാൾ തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത തന്ത്രി കണ്ഠരര് രാജീവരെ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജിയുടെ വസതിയിൽ ഹാജരാക്കി. വനിതാ പ്രീമിയർ ലീഗിന്റെ 4ാം സീസണ് തുടക്കം കുറിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസ് മത്സരം നവി മുംബൈയിൽ പുരോഗമിക്കുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.